ഇന്നത്തെ വീഡിയോയിൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരുള്ള ഏറ്റുമാനൂർ മഹാശിവക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കോട്ടയം ജില്ലയിൽ നിന്നും 12 കിലോമീറ്റർ മാറി ഏറ്റുമാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാശിവക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധിക്കുന്നത്. സർവ്വ ദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതിപ്പോരുന്നു. 4 ഏക്കറിൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഐതിഹ്യം നോക്കാം. ഖരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്തിന് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ്സാരംഭിച്ചു. ഭക്തൻ്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ഖരൻ ആകാശമാർഗേണ യാത്ര ആരംഭിച്ചു. ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ഉണർന്നെണീറ്റ ഖരൻ ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് അശരീരി ഉണ്ടായി. തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ മുക്തിയടഞ്ഞു. ഇടതുകൈയിലെ ശിവലിംഗം ഏറ്റുമാനൂരും വായ കൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളിക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു. ഈ 3 ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു. സ്വർണത്തിൽ നിർമ്മിച്ചിരിക്കുന്ന 7.5 പൊന്നാനയ്ക്കും ചുമർ ചിത്രങ്ങൾക്കും പ്രസിദ്ധമാണ് ഏറ്റുമാനൂർ മഹാശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ദുർഗ, ശാസ്താവ്, നാഗദൈവങ്ങൾ, യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന് അടുത്തായി അന്തിമഹാകാളൻ ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉണ്ട്. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. ദർശന സമയം രാവിലെ 4 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ്. ട്രെയിൻ മാർഗം വരുന്നവർക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അതിനടുത്തായി പ്രൈവറ്റ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്നും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. ബസ്സിൽ വരുന്നവർക്ക് കോട്ടയം KSRTC സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് ധാരാളം ബസ്സുകൾ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.